അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള, എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥ തലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ഒന്നാണ് സൂഫി ഗീതം. കലയെ കൊലവിളിക്കുന്നവർ സൂഫി ഗീതത്തെയും മലീമസമമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ഇച്ചമസ്ഥാനം തനത് ഇസ്ലാമിക ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. കാഫനൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ. കാഫനൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ. ഈ സംസ്ഥാനം മത്തു പിടിപ്പിച്ചതോ ഹബീബരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സൃഷ്ടി വൈശിഷ്ട്യങ്ങളുടെ ഏകനായ ഉടയോനിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ ആസ്വദിക്കാൻ ഹബീബ് തങ്ങളോളം യോഗ്യരായവർ മറ്റാരുണ്ട്? മറ്റാരുണ്ട്? ശരീരത്തിന്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അവസാനിപ്പിക്കുന്നില്ല. ശരീരത്തിന്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? ആഫിയത്ത് തടീക്ക് ഖൽബിലും ആക്കി ദീനിലെടുക്കുവാൻ, ആഫിയത്ത് തടീക്ക് ഖൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. കാഫനൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ. ഭൗതിക ശരീരത്തിന്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അത് ശരീരത്തിന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധി, ആത്മീയ പരിശുദ്ധി കൂടിയാണ്. ഇത് അവസാനിപ്പിക്കുന്നില്ല. നാളെ ആഖിറത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരുന്ന് സൽക്കാരത്തിലും മുൻപന്തിയിലെത്താൻ, അവിടുത്തെ ഒന്നാമത്തെ സഫറിനെ എത്താൻ തുണ തരണേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. ഇച്ചപാടുന്നു മൂപ്പരമ്പിയമുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ, മൂപ്പരമ്പിയമുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ. മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. കാഫനൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ. ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ ഇച്ഛകൾക്ക് പിന്നാലെ തുടിച്ചുകൊണ്ടിരിക്കും. അവിടെയും ആശാമരീചികൾക്ക് പിന്നാലെ പായുന്ന മാർഥ്യ മനസ്സുകളെ പിടിച്ചു നിർത്താൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് അഗൈതവമായ പ്രതീക്ഷ. ഇച്ചമസ്ഥാന്റെ മറ്റൊരു വിരുദ്ധം ഇങ്ങനെയാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിക്കൊണ്ടേ. ഈ താലോലം പാടുന്ന തങ്കച്ചി പെണ്ണി എന്തുകൊണ്ട് മസ്താൻ ഉദ്ദേശിച്ചത് ഹൃദയങ്ങൾ ആശാമരീചികൾക്ക് പിന്നാലെ പായുന്ന മാർഥ്യ മനസ്സുകളെയാണ്. അവിടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അഗൈതവമായ പ്രതീക്ഷ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടേ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടേ. താ
തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട് താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ട്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയും അവിടുത്തെ സൂഫി വര്യന്മാരുടെ കൂടെയും നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.